Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, അറിയാലോ നിങ്ങൾക്ക്. ഞാനും മോളിപ്പോൾ നാട്ടിലുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പോൾ 30-ാം തീയതി എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി അങ്ങ് പൊട്ടിക്കുകയാണ്. ബാക്കി ഞാൻ പറയാം. അതല്ലേ ശരി. കാരണം ഏതൊരു പ്രവാസി നാട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു പെട്ടി പൊട്ടിക്കൽ മാഹമം ഉണ്ടാവുമല്ലോ. അപ്പം മോളും വൈഫും ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതിന് മുന്നേ വേറൊരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മോക്കുണ്ട്, പിന്നെ വൈഫിനുണ്ട്. വൈഫിന് ഒരു മൊബൈൽ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സാധനം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സാംസങ്ങിന്റെ S20 FE എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പൊ അത് ഞാൻ ഇനി ആദ്യം ഹൻസായിക്ക് കൊടുക്കട്ടെ. ഓക്കെ. പിന്നെ മോക്കൊരു ചെറിയൊരു ചെയിന് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ചെയിനും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുഞ്ഞ സന്തോഷമായിട്ടിരിക്കട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളിലേക്ക് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ഭയങ്കര സംഭവമായിരിക്കുന്നു, പക്ഷെ അങ്ങനെ വലിയ സംഭവം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യം ഒത്തിരി സാധനങ്ങൾ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ലിസ്റ്റ് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഗൾഫിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ ഒരു പെട്ടി പൊട്ടിക്കുക എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്, വീട്ടിലുള്ള ഇപ്പൊ ആർക്കായാലും. അപ്പോൾ മോളാണല്ലോ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അതിലേക്ക് കടക്കുകയാണ്. വലിയ പൊടുവാളൊക്കെയാണ് എടുത്തു വന്നിരിക്കുന്നത്. സംഭവം ചെറിയൊന്നും കിട്ടിയില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ചിപ്സ് ആണ് ആദ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞ ആദ്യം കാണുമ്പോ തന്നെ ചിപ്സ് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റില് വെച്ചിരിക്കുന്നത്. ചിപ്സ് ആണ് കേട്ടോ, ഇത് നാട്ടിൽ കിട്ടുന്നതല്ല. കുഞ്ഞാക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കൂടുതലും. വരാൻ കിടക്കുന്നുണ്ട്. ഗാലക്സി ആണ്, ഗാലക്സി ഐറ്റം ആണ് ഇഷ്ടം പോലെ. അതും കുഞ്ഞായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കുഞ്ഞായിക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങിയതല്ല ആക്ച്വലി കേട്ടോ. ആ കടക്കാർ 3-4 വെറുതെ ഇട്ട് തന്നതാണ് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ. അവർക്ക് ഇതൊന്നും പറ്റില്ല, ഈ ചെറിയ കൊച്ചുപിള്ളേർക്കുള്ള ഇതാണ്. പിന്നെ ഗാലക്സി, പിന്നെ ഇത് കിൻഡർ മാക്സി, അങ്ങനെ. പിന്നെ ഇത് അതിൻ്റെ വേറെ ഐറ്റംസ്, ഇതൊരു വെറൈറ്റി വാങ്ങിയതാണ്. സ്നിക്കേഴ്സ് ഉണ്ട്, സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കുറച്ച് ഐറ്റംസ് ഉണ്ട്. വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ, പക്ഷെ എത്തിയപ്പോൾ പിന്നെയും കൂടി എന്നുള്ളതാണ്. ഇതെന്താണ് ബ്രേക്കോ? അങ്ങനെ കുറച്ച് ഐറ്റംസ് കേട്ടോ. ഇനിയുണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. സ്പ്രേ പിന്നെ വീക്ക്നെസ് ആട്ടോ, അതുകൊണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ടീഷർട്ടാണ്. അപ്പം അതിൽ കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ മാക്സ് ഇതൊക്കെയാണ്. ഇനി അടുത്ത പെട്ടി പൊട്ടിക്കാനുണ്ട്. കൂടുതലും സോപ്പ് ജീപ്പ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തിന്. പിന്നെ കുറേ ടീഷർട്ടുകളും അതൊക്കെയാണ്. തേയിലപ്പൊടി കണ്ടിട്ടൊന്നും ഓർക്കണ്ട കേട്ടോ, ഇത് ഗൾഫിലെ ഈ തേയിലപ്പൊടിയേ നല്ല ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ തേയിലപ്പൊടി പെന്നുകൾ. അപ്പോൾ ഇതെല്ലാം കുറേ ഗിഫ്റ്റ് കിട്ടിയ പെന്നുകളൊക്കെയാണ്. ഇതും നമ്മുടെ റെഡ് ടേബിൾ. പിന്നെ പാത്രം കഴുകുന്നത്. പിന്നെ ഇത് കജൂറാണ് കുറച്ച്. റെഡ് ലേബിളുണ്ട്, ടൈഡുണ്ട്, പിന്നെ സോപ്പ് പൊടി, സോപ്പുകൾ, പിയേഴ്സ്, കംഫോർട്ടാണ് ലീക്കായതെന്ന് തോന്നുന്നുണ്ട്. ഈ വാട്ടർ ബോട്ടിലൊക്കെ കുഞ്ഞായിക്ക് ഫ്രീ കിട്ടിയ സാധനം. പിന്നെ ഫെയറി വേണമെന്ന് പറഞ്ഞിരുന്നു. ഫെയറി ഇവിടെ കിട്ടുന്നില്ല. ഫെയറി ഇവിടെ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഫെയറി നല്ല ഒരു ഇതാണ്, പാത്രം വാഷ് ചെയ്യാൻ. അതിവിടെ കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഫെയറി പറഞ്ഞിരുന്നു. ഇത് ഡെറ്റോൾ ഹാൻഡ് വാഷ് ആണെന്ന് തോന്നുന്നു.
പിന്നെ ക്ലിനിക് പ്ലസ് വേണമെന്ന് പറഞ്ഞു പ്രത്യേകം. പിന്നെ സാനിറ്റൈസർ വാങ്ങിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ കയ്യിലിട്ടുകൊണ്ടിരുന്നോട്ടെ സാനിറ്റൈസർ വീട്ടിൽ പോകും. പിന്നെ ഈ RKG നീ ആദ്യമായിട്ട് ഈ പൊട്ടത്തരം കാണിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രോഡക്റ്റാണ് ഈ സാധനം. പക്ഷേ ഇത് ഗൾഫിൽ നിന്ന് ഞാൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞതിൻ്റെ പേര് മേടിച്ചോണ്ട് വന്നതാണ്. ഇന്ത്യയുടെ സാധനമാണ്. അവിടെ 5 റിയാൽ സംതിങ് വിലയാണ് ഈ ഒരു ടിന്നിന്. 5 റിയാലിന് മുകളിൽ വിലയുണ്ട്. പക്ഷേ എന്തായാലും വൈഫ് പറഞ്ഞല്ലേ, നമുക്ക് കൊണ്ടുവരിക്കാൻ പറ്റുമോ? പണം പോട്ടെ, പോറട്ടെ. നാട്ടിലത്തെ വിക്സ് അല്ല ഇത്. കാരണം അവിടുത്തെ വിക്സ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വിക്സ് എനിക്ക് കൂടെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് അവിടുന്ന് കൊണ്ടുവരാൻ കാര്യം. അങ്ങനെ കുറച്ച് പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു. അതായത് മറ്റേ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നാട്ടിലത്തെ. ഇതിനകത്തെല്ലാം കംഫോർട്ട് വീണിട്ടുണ്ട്. ഇതെല്ലാം ഫ്രോസൺ ഐറ്റമാണ്. ഈ ഒരു ബാഗ് പിന്നെ 24 മണിക്കൂർ ഇതിനകത്ത് തണുപ്പ് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാഗിലാക്കിയാണ് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഈ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത്. ചിക്കൻ്റെ ഇത്, പിന്നെ സോസേജ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. പെട്ടിയൊക്കെ ഇവിടെ കൂട്ടിച്ച് എല്ലാം എടുത്തു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ വരും വീഡിയോയിൽ നമുക്ക് ഓരോരോ വീഡിയോസും ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തൊക്കെ പോകുന്നതിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് അറിയിക്കാനും മറക്കല്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ അധികം വീഡിയോസ് ചെയ്തില്ല, കാരണം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളെ ഉറപ്പിക്കാനായിട്ടാണെങ്കിലും നല്ല രീതിയിലാണെങ്കിലും ഞങ്ങൾ ഉണ്ടാവും. കോപ്പറേറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും പറയാവുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് സല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും.